അതിനുണ്ടായ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമ്പോഴാണല്ലോ അതിന് കുതിപ്പുണ്ടാവുക. ആ നിലയിൽ ഇതിന് കുതിപ്പുണ്ടാക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ അങ്ങനെ ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ട്? അല്ല, ഇതിൽ ഏറ്റവും പ്രധാനം ഇത്രയും കാര്യങ്ങൾ, അതായത് വളരെ ഭവ്യമായ ദിവ്യമായ ഒരു കാര്യമാണ് നടക്കുന്നത്, ഒരു ധാർമ്മിക സംഗമമാണ് നടക്കുന്നത്. ആ ധാർമ്മിക സംഗമം നടക്കുമ്പോൾ ബാക്കിയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഒരു വലിയ പ്രോഗ്രാം എന്നുള്ള നിലയിലാണെങ്കിൽ പോലും അതിൽ ആ ദേശത്തെ ഭരണാധികാരികൾക്ക് നിർവഹിക്കേണ്ട, അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കേണ്ട ചില ധർമ്മങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ആലോചന എന്നുള്ള രൂപത്തിൽ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അത് കളക്ടർക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടൊരു കത്ത് കൊടുത്തത്. പക്ഷേ ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഒരു കാര്യത്തിനോട് ഇത്രയേറെ നിഷേധാത്മകമായിട്ട് സമീപിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിലാണ് ജില്ലാ കളക്ടർ അതിനെ കൈകാര്യം ചെയ്തത്. അത് ഒരു അനുമതിയും തന്നില്ലെന്ന് മാത്രമല്ല, അവസാനം സാങ്കേതികത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ, ഇത്തരത്തിലുള്ള അന്തരീക്ഷം. അതിനുശേഷം ആ ദിവസങ്ങളൊക്കെയും ഹൈക്കോടതിയിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ നേരിട്ടും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഹെൽത്ത്, അതായത് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവും, സ്റ്റാമ്പേഡ് ഉണ്ടാവും, വലിയ മറ്റേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇത് ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്താലേ ഈ കേരളമായി നിലനിൽക്കും എന്നുള്ള രീതിയിലാണ് അവർ നടന്നു വന്നിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും നമുക്കുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് സ്റ്റോപ്പ് മെമ്മോ വരുന്നൊരു സമയത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാമോ എന്ന് കണ്ടുകൊണ്ട് നമ്മൾ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറും ഒരു ബദൽ സംവിധാനം കൂടി കാണേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് ആന്തരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയല്ല, അതിൽ കാണുന്ന ഒരു കാര്യം, ഹിന്ദു സമാജത്തിൻ്റെ ഒരു ധാർമ്മികമായ കാര്യം സ്വന്തം ശക്തി കൊണ്ട് നടത്താൻ കഴിവുണ്ട് എന്ന് നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ ആത്മവിശ്വാസമാണ്. കാരണം ഇവിടെ നടക്കുന്ന ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് ഒന്നുകിൽ പോലീസ് നടത്തുന്നു, ഇപ്പോൾ ശബരിമല അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം, ഇതൊക്കെ സർക്കാർ അതായത് ഈ ധർമ്മത്തിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത. ഇപ്പോൾ കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരത്തിനുണ്ടായിരുന്ന സംഗതി, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. എന്നാൽ അവസാനത്തെ രാവിലെ നടക്കുന്ന അതേ ചടങ്ങുകൾ രാത്രി ആവർത്തിക്കും. അത് പൊതുവിൽ ആളുകൾക്ക് അങ്ങനെ അറിയില്ല. എല്ലാ മേളങ്ങളും മഠത്തിൽ വരെ അടക്കമുള്ള ഇത് രാത്രി ആവർത്തിക്കും. ഈ രാത്രി ആവർത്തിക്കുന്ന സമയത്ത് പോലീസിൻ്റെ സൗകര്യത്തിന് വേണ്ടി മുഴുവൻ ആളുകളെയും പുറത്താക്കി ബാരിക്കേഡ് വയ്ക്കുകയാണ്. സ്വാഭാവികമായിട്ടും ദേവസ്വം ഭാരവാഹികൾ ചോദിച്ചു, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്? പോലീസിന് വേണ്ടിയിട്ടും. അതായത് ആ പഞ്ചായത്തിൽ അവിടെ പരിചയമുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി നിൽക്കുമ്പോൾ കാണുന്നത് മേളക്കാർ കൊട്ടിക്കൊണ്ടിരിക്കുന്നു, കേൾക്കാൻ വേണ്ടി മുഴുവൻ ഒരു 500 പോലീസുകാർ നിൽക്കുന്നു. അപ്പോൾ ഇതെന്തിനു വേണ്ടി നടത്തുന്നു? എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്ത് ആളുകളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ആൾക്കാർ അതിനു വേണ്ടിയാണ് വരുന്നത്. സത്യം, ആൾക്കാർ അതിനു വേണ്ടിയിട്ടാണ് വരുന്നത്. ഇതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ അവിടെ നടക്കുന്ന എല്ലാ കാര്യവും എത്രയോ നൂറ്റാണ്ടുകളായി പാരമ്പര്യമായി ഒന്നും പുതുതല്ല. വെടിക്കെട്ട് പുതുതല്ല, കുടമാറ്റം പുതുതല്ല, ഒന്നും പുതുതല്ല. അവിടെ ഭംഗിയായി നടന്നു വരുന്നു. ഈ ഇത്രയും ജനങ്ങളും തന്നെയാണ് വരാറ്. ഇപ്പോൾ ഈ ഒരു വർഷം ഒരുപാട് പേര് കൂടുതൽ വന്നു, അതുമില്ല. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് പിന്നെ ശബരിമല എത്ര മോശമായിട്ടൊരു തീർത്ഥാടനം നടത്താമെന്ന് ഓരോ വർഷവും അതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം പുതിയ എന്തെങ്കിലും കുഴപ്പം കൂടെ. അതെ മാലിന്യം കൊണ്ട് മാലിന്യപൂരിതമായിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇപ്പം അതാണ് പല ആളുകളും ഇതിന് ശേഷം ചർച്ച ചെയ്ത് അത് മുഴുവൻ സേവാഭാരതി ഏൽപ്പിച്ച ശബരിമല എത്ര മനോഹരമായിട്ടിരിക്കുന്നത്. സേവാഭാരതിയുമായി ബന്ധപ്പെട്ട ആളുകളല്ല, പലപ്പോഴും സേവാഭാരതിയെ മറ്റുള്ള കാരണങ്ങളാലൊക്കെ വിമർശിച്ചിരുന്ന, രാഷ്ട്രീയപരമായിട്ടൊക്കെ വിമർശിച്ചിരുന്ന ആളുകൾ തന്നെ ഭാരതപ്പുഴയിലെ ആ വൃത്തി കണ്ടിട്ട്, എങ്ങനെയാണോ ഭാരതപ്പുഴ മുമ്പുണ്ടായിരുന്നത് അതുപോലെ തന്നെ നിർമ്മലമായി തുടരുന്നത് കണ്ടിട്ട് അതൊക്കെ വീണ്ടും ആ ഈശ്വരീയയിലേക്ക് തന്നെ ഞാൻ വരികയാണ്. കാരണം എല്ലാ ദിവസവും അതോറിറ്റികൾസ് വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ഇത്രയും പേര്, ഇപ്പം 40 ലക്ഷം പേരും കുളിച്ചു എന്ന് നമുക്ക് ഇതില്ല, പക്ഷേ ഒരു പകുതിയിലധികം പേരും അവിടെ സ്നാനം ചെയ്തിട്ടുണ്ട്. അതെല്ലാം കഴിയുമ്പോഴും നമുക്കത് അതേ ശുദ്ധിയോടുകൂടി തന്നെ നിളൊഴുകുകയാണ്. പിന്നെ ചില വീഡിയോ ഇതൊക്കെ കാണുമ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴൊക്കെയാണ് ചില വീഡിയോകളൊക്കെ കാണുന്നത്. അവിടെ രാത്രി എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ ഈ 2, 3 വയസ്സും 4 വയസ്സും ഒക്കെ ഉള്ള കുട്ടികളാണ് അവിടെ കിടന്നിരുന്ന പേപ്പറൊക്കെ സേവാഭാരതി കൂട്ടിയെടുക്കുന്നതിലേക്ക് ഓടി 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 നടന്ന് പെറുക്കി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അതിനെ മനോഹരമായി തന്നെ മുഴുവൻ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഇല്ലാതെ, ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിൻ്റെ ഒരു
ബ്ലോഗിൽ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ ആരതിയുടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു വളണ്ടിയർ പുറകിൽ വന്ന് പറഞ്ഞു, പുറകിലിരിക്കുന്ന ആളുകൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അങ്ങൊന്ന് ശ്രദ്ധിക്കണം എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതോറിറ്റി പലതരത്തിൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പോലീസ് വന്നിട്ടുണ്ട്, ബൗൺസേഴ്സ് വന്നിട്ടുണ്ട്, സംഘാടക സമിതി വന്നിട്ടുണ്ട്, ദേവസ്വം സ്റ്റാഫ് വന്നിട്ടുണ്ട്. എല്ലാവരും അധികാരം ഉപയോഗിക്കുകയായിരുന്നു, ഷൗട്ട് ചെയ്യുമായിരുന്നു, പിടിച്ചു മാറ്റുമായിരുന്നു. ഇവൻ വളരെ മോശപ്പെട്ട രീതിയിൽ കയ്യേറ്റം ചെയ്യുക വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ പൊളൈറ്റായി വളരെ സൗമ്യമായിട്ട് ഒരു സംവിധാനത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. പെട്ടെന്ന് എൻ്റെ എല്ലാ സെൽസും കോൺഷ്യസ് ആയി എന്നാണ് ആൾ പറയുന്നത്. പ്രകോപിപ്പിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇതെല്ലാം പൊളൈറ്റായിട്ട് സംസാരിക്കുമ്പോൾ അവർ സ്വയം ചിന്തിക്കുകയും ചെയ്യും. അല്ല, ഇതിനിടയിലൊക്കെ ചില ആളുകൾക്ക് ചില മോശപ്പെട്ട വിഷമകരമായിട്ടുള്ള സംഗതികളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ആകത്തുകയിൽ അത് വളരെ ഭംഗിയായി ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ അങ്ങനെ പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങോ ഒരു സംഘാടക സമിതിയോ യഥാർത്ഥത്തിൽ ഒരു സംഘാടക സമിതി രൂപീകരണം പോലും നടന്നിട്ടില്ല. കാരണം അവർ ജനറൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി പിന്നെ എല്ലാവരെയും ചേർത്തൊക്കെ നമ്മളത് ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ അതിനൊന്നും ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതിൽ വലുതായിക്കൊണ്ടിരുന്നു. എല്ലാ പ്രോഗ്രാമും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നോട്ടീസ് അടിക്കാൻ പോലും പറ്റിയിട്ടില്ല. ആദ്യം ഉണ്ടായിരുന്ന ചെറിയൊരു വിവരം പറഞ്ഞിട്ടില്ല, ഡേറ്റുകളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമില്ലാതെ ഒരു നോട്ടീസ് അടിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഒരു പ്ലാനിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ, ഇപ്പോൾ പരിപാടികളൊന്നുമില്ലല്ലോ, ആരെങ്കിലും ക്ഷണിക്കാൻ പറ്റണ്ടേ? അതെ. അപ്പോൾ അങ്ങനെ നടന്നിട്ട് പൊതുവിൽ വളരെ ഭംഗിയായി അത് നടത്താം. അപ്പോൾ അത് ഹിന്ദു സമാജത്തിൻ്റെ ശക്തിയെ, നമ്മുടെ ഉള്ളിലുള്ള ധാർമ്മികമായിട്ടുള്ള ചൈതന്യത്തെ നമുക്ക് പ്രകടമാക്കി തന്നു, സ്വയം ബോധ്യപ്പെടുത്താൻ. ഈ ഹനുമാനോട് ജാമ്പവൻ പറയുന്നുണ്ടല്ലോ. പറഞ്ഞു. അതെ.